ഓരോ വാർഡിനും ഓരോ പഞ്ചായത്തിനും ഓരോ താലൂക്കിനും ഓരോ ജില്ലയ്ക്കും ഓരോ സംസ്ഥാനത്തിനും എല്ലാം അതിന് നിശ്ചയിച്ചിട്ടില്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്നത്. അതിന് തിരിച്ച് മനുഷ്യനല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഇവൻ ചെയ്യുന്ന. കേരളത്തിൽ ഒരു അതിരുണ്ട്, പർവ്വതങ്ങളുണ്ട്. അല്ലാതെ ഒരു അതിരുണ്ടല്ലോ. തമിഴ്നാടിന്റെ കേരളത്തിന്റെ ബോർഡർ, ഈ ഓരോ ബോർഡറും നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണ്. എന്നിട്ട് പറയാണ്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ചാൽ അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. എന്തിനാണെന്നറിയാം ഇതൊക്കെ ചെയ്തെല്ലാം ദൈവത്തിന്റെ ഈ സകല സൃഷ്ടികളെയും കാണുമ്പോൾ മനുഷ്യൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും അവൻ ആരെന്ന് അന്വേഷിക്കുകയും ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാൻ വിശന്ന് ഒരു സ്ഥലത്തൂടെ പോവുകയാണ്. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ആ വഴിയാറുമ്പയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നല്ലതുമായിരിക്കുന്ന ഒരു ഭക്ഷണം കൊണ്ടാരുണ്ട് വെച്ചിരിക്കുന്നത്. അതൊരു മരത്തേന്ന് പൊട്ടി വന്നില്ല. തീർച്ചയായിട്ടും ഞാനെടുത്ത് വിശന്നിട്ടൊക്കെ തിന്നു കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് ഇത് ആരായിരിക്കും ഇതിവിടെ കൊണ്ടുവച്ചത്. നമ്മൾ അന്വേഷിക്കത്തില്ല. നമുക്ക് സമയമുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടത് ആരായിരിക്കാം ഈ ഭക്ഷണമാണ് എന്നെ രക്ഷിച്ചത്. അപ്പം അത് ചിന്തിക്കാതെ ഭക്ഷണം കിട്ടിയല്ലോ സ്തോത്രം എന്ന് പറഞ്ഞ് പോകുന്നവനാണ് പോഷൻ. സ്തോത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ദൈവത്തിന് പറയാം, പക്ഷേ എങ്കിലും അവൻ ചിന്തിക്കും ഇതാരാണ് ഇവിടെ കൊണ്ടുവച്ചത്. അപ്പം അവനെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണ്ടേ. അപ്പം ഇതെല്ലാം നമുക്ക് തന്ന ആരാണ്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചങ്ങളെയും നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും പിന്നെ രാജ്യങ്ങൾക്ക് ഈ സകല ജനങ്ങളെയും സൃഷ്ടിച്ചവൻ ആരാണ്? ഇത് അന്വേഷിക്കുന്നവനാ ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ ആരായും. അപ്പം ഏതെങ്കിലും ഒരു ഹൃദയം ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ദൈവത്തിന് അവനോട് പ്രസാദമുണ്ട്, അവനെ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അതിനാണ് ഒരു സുവിശേഷം ഞങ്ങൾ ഇവരുടെ അയക്കുന്നത്. അവർ ആ കർത്താവിനെ പറ്റി